കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്നു, ദീവിനോട് ചോദിക്കുന്നു, കോൺഗ്രസിന്റെ പി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ നേതാക്കന്മാരുൾപ്പെടെ ഇന്ത്യയിലെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ അവരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ നിലപാടെന്താണ്? ജമാഅത്തെ ഇസ്ലാമിനെ ചേർത്ത് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പി.ഡി. സതീശൻ പറയുന്നത്. മറ്റാരും പ്രതികരിക്കുന്നില്ല. ഇവിടെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിക്കുന്നില്ല. 4 വോട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ, 1 സീറ്റ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ധാരണയിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയതയോടും RSS BJP സംഘപരിവാർ വിഭാഗം ഉൾക്കൊള്ളുന്ന ഭൂരിപക്ഷ വർഗീയതയെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ഈ കേരളത്തിൽ സാധിക്കുന്നത്, ഇന്ത്യയിൽ സാധിക്കുക ഞങ്ങൾക്ക് തർക്കമില്ല, വിശ്വാസികളാണ്. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം മഹാഭൂരിപക്ഷം ആരാ? വിശ്വാസിയാണോ അവിശ്വാസിയാണോ? പറ. ഒന്നുകിൽ ആണെന്ന് പറയാം, അല്ല പറ. മിണ്ടുന്നില്ല. നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ? ആരാ? വിശ്വാസിയോ അവിശ്വാസിയോ? വിശ്വാസിയാണ്. അത് ഒറ്റയാളിലേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരെന്താ? പിന്നെ വിശ്വാസിയാണോ? എനിക്ക് സംശയം ഉണ്ടായിട്ടല്ല, എനിക്ക് യാതൊരു സംശയമില്ല. ഈ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ആരാ? വിശ്വാസികളാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങളാരെങ്കിലും വർഗീയവാദികളാണോ? ഒറ്റത് പറ. നിങ്ങളാരെങ്കിലും വർഗീയവാദികളാണോ? അല്ല. വർഗീയവാദികൾക്ക് എന്തില്ല? അതറിയില്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ലാന്ന്. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നവരാണ് എന്ന് വ്യക്തതയോടെ തിരിച്ചറിയാൻ സാധിക്കുന്നത് വിശ്വാസിക്കാണ്. അപ്പോൾ വിശ്വാസി സമൂഹം ഉൾപ്പെടെ ചേർന്ന് വേണം വർഗീയതയ്ക്കെതിരായ പോരാട്ടം സംഘടിപ്പിക്കാൻ. വിശ്വാസികൾ ഉൾപ്പെടെ ചേർന്ന് വേണം വർഗീയതയ്ക്കെതിരായ പോരാട്ടം സംഘടിപ്പിക്കാൻ. വർഗീയത അഴിഞ്ഞാട്ടം നടത്തി അപരനിർമ്മിതിയോടെ കലാപം നടത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഉണ്ടാവില്ല. ഇതാണ് ഞങ്ങൾ ജാഥയിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. വേറൊരു പ്രശ്നം, കേരളത്തെ നമുക്ക് പട്ടിണി പങ്കുവെച്ച് ജനതയെ ബുദ്ധിമുട്ടിപ്പിക്കലല്ല, ലോകോത്തരമായ രീതിയിൽ കേരളത്തെ വളർത്തണം. നമുക്ക് 10 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തന്നിട്ടില്ല. ഇപ്രാവശ്യം എന്താ തന്നേ? ഒന്നും തരാണ്ടുന്നില്ല. ആമയും ആമ മുട്ടയും അല്ലേ? ആമ മുട്ടയിടാൻ വേണ്ടിയിട്ട് കരയ്ക്ക് വരും, മുട്ടയിടും. ആമ കടലിലേക്ക് തന്നെ പോവും. മുട്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ മുട്ടയും വിരിഞ്ഞ് കുഞ്ഞി ആമയായി ആ ആമയും കടലിലേക്ക് തന്നെ പോവും. ആമ രണ്ടും പോയി, വില്ലാമയും പോയി, കുഞ്ഞിയാമയും പോയി. കേരളത്തിലൊന്നുമില്ല. 29 കാര്യം നമ്മൾ ചോദിച്ചതാണ്. എയിംസ് ഇല്ല, അതിവേഗ പാതയില്ല, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഒന്നിലും നമുക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യവും കേന്ദ്ര ഗവൺമെൻറ് ഇല്ല. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മനസ്സിലോ അവരുടെ ഭൂമിശാസ്ത്രപരമായ പരിധിയിലോ ആരില്ല? ആരില്ല? കേരളമില്ല. എന്താ കാരണം? കേരളം ഒരു ബദൽ നിലപാടുമായി മുന്നോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ്. ഒരു ബദൽ നിലപാട്. ആ നിലപാടിനാണ് അമർത്യ സെൻ പറഞ്ഞത് കേരള മോഡൽ. മുതലാളിത്ത വികസനപാതയിൽ നിൽക്കുന്ന ഈ ഇന്ത്യ, അതിൻ്റെ ഭാഗമായ കേരളം, കേരളത്തിൻ്റെ വികസനം ഒരു പ്രത്യേക തലത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ ഗവൺമെൻറ്റുകൾ, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ജനത, ആ ജനതയുടെ മുന്നോട്ടുള്ള യാത്ര ഫലപ്രദമായിട്ട് ലോകം പഠിക്കേണ്ടതാണ്. അതിനെ പേരിട്ടത് അമർത്യ സെന്നാണ്, കേരള മോഡൽ. പട്ടിണി കിടക്കുന്ന രാജ്യമായിരുന്നു കേരളം, നാടായിരുന്നു. പട്ടിണി, അർദ്ധപട്ടിണി. ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണിയെ സംബന്ധിച്ച് വല്ല ധാരണയുണ്ടോ? കുറച്ച് നല്ല പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ധാരണയുണ്ടാവും, അല്ലാത്തവർക്ക് പട്ടിണിയൊന്നുമില്ല. പട്ടിണിയെല്ലാം പിന്നീട് മാറി. വെറുതെ മാറിയതല്ല, തലയിലെഴുത്തുകൊണ്ട് മാറിയതല്ല, നമ്മൾ തന്നെ മാറ്റിയതാണ്. അങ്ങനെ മാറ്റി കേരള ജനതയെ
ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്താനുള്ള ശേഷി നമ്മൾ നേടി. അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ്, BJP ഗവൺമെൻറ് കേരളത്തെ പൂർണ്ണമായിട്ട് തള്ളി നിങ്ങളുടെ ഭൂപടത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും കേരളത്തെ മായ്ക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഉറപ്പായിട്ട് പറയുകയാണ്, ഞങ്ങൾ സ്വന്തം കാലിൽ നിന്ന് അതിദാരിദ്ര്യം അവസാനിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ ഈ കേരളത്തെ ഞങ്ങൾ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിതമായ ഒരു നാട് ഈ നാട് കേരളമാണ് എന്ന് ഞങ്ങൾ അടയാളപ്പെടുത്തും. സ്വന്തം കാലിൽ നിന്നിട്ട് തന്നെ അതിനുള്ള ശേഷിയുള്ള സംവിധാനമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള മുന്നേറ്റം. അതിൻ്റെ ഭാഗമാണ് 5 ലക്ഷം വീട് ഈ വരുന്ന 24 25 തീയതികളിൽ പൂർത്തിയാവും. അങ്ങനെ പൂർത്തിയായാൽ ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീട്ടിലും ഈ 5 ലക്ഷം വീട്ടിലും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം കൂട്ടി ഒരു വീട്ടുപ്രവേശനം 5 ലക്ഷം വീട്ടിലേക്കും പ്രവേശിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കേക്കൊക്കെ മുറിക്കണം. 5 ലക്ഷം വീട്ടിലും പോയിട്ടൊരു കേക്ക് മുറിക്കണം. അപ്പോൾ എന്നോടൊരു സഖാവ് പറഞ്ഞു, സഖാവേ, എൻ്റെ അതിർത്തിയിൽ എൻ്റെ വാർഡിൽ 86 ആളുണ്ട്, 86 വീടുണ്ട് എന്നും. എങ്ങനെയാ കേക്ക് മുറിക്കുക എന്നുള്ളത് അമ്മൂപ്പർ ആലോചിക്കുന്നത്. അപ്പോൾ 86 കേക്ക് വാങ്ങണ്ടേ? എത്രയാ പൈസ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എല്ലാവരുടെയും കേക്ക് വേണ്ട, ഇത്രയെല്ലാം വരുന്ന സ്ഥലത്ത് കുറച്ച് ലഡു വാങ്ങിയാൽ മതി, അത്ര പൈസ വരുമല്ലോ. പക്ഷെ എല്ലാവർക്കും മധുരം കൊടുക്കണം. ഇതിനു മുമ്പ് നമ്മൾ മധുരം കൊടുത്തത് കഴിഞ്ഞ 2025 നവംബർ 1 പായസം വെച്ചത്. അന്നാണ് ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഒരേ ഒരു നാട് അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത്, അത് കേരളമാണ്. ഇവിടെയാണ് ഓരോ വാർഡിലും 23,000 വാർഡുകളിൽ നമ്മളന്ന് പായസം വെച്ചു. ചെറുതല്ല, 23,000 വാർഡുകളിൽ പായസം വെച്ചു. ഇതിപ്പോൾ 5 ലക്ഷം വീട്ടിലും മധുരം കൊടുക്കാൻ പോവാണ്. 5 ലക്ഷം വീട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ലോക മുതലാളിത്തത്തിൻ്റെ ഭാഗമായി ഒരു നാട്ടിലും മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായ ഭരണ സംവിധാനം ഇന്നേ വരെ 5 ലക്ഷം വീട് പാവപ്പെട്ട മനുഷ്യന് സോഷ്യലിസ്റ്റ് സംവിധാനം ഒഴിച്ച് മറ്റെവിടെയും മുതലാളിത്തം നൽകിയിട്ടില്ല. നമുക്കിത് മനസ്സിലാവാത്തതുകൊണ്ടാണ് കേരളത്തിൻ്റെ പണ്ടേ തുടങ്ങിയിട്ട് നമ്മൾ 1 ലക്ഷം വീട്, ഇപ്പം 5 ലക്ഷമായി. ഇനിയും നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ് 5 ലക്ഷം വീട്. പിന്നെയോ വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ വളർച്ച. കെട്ടിടങ്ങളെല്ലാം 5,000 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ലോകോത്തരമായത്. സ്മാർട്ട് ക്ലാസ്സുകളായി, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം. അത് ലോകത്ത് തന്നെ 1ാം സ്ഥാനത്ത് നമുക്ക് നമ്മൾ വരും. കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്, ഇനി ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വരും. ആരോഗ്യ സംരക്ഷണം, ജനകീയ ആരോഗ്യ പ്രസ്ഥാനം അമേരിക്കയേക്കാൾ മുമ്പിലാണ് നമ്മൾ. അതാണ് നമ്മുടെ കണക്ക്. പിന്നെ ആയുസ്, ഇന്ത്യയിലെ ഏത് മനുഷ്യനേക്കാളും കൂടുതൽ ആയുസ്സുള്ള നാട് കേരളമാണ്. അതുകൊണ്ടാണ് വയോജന കമ്മീഷൻ ഉണ്ടാക്കിയത്. ഒരു 60 വയസ്സ് കഴിഞ്ഞ 20% ജനങ്ങളുണ്ട് കേരളത്തിൽ. 60 വയസ്സ് കഴിഞ്ഞ 20% ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സമൂഹത്തിൻ്റെ തന്നെ പൊതുവായ പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ വയോജന കമ്മീഷൻ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ പ്രത്യേകതകൾ എത്രയോ ആണ്. നമുക്ക് പട്ടിണിയില്ല, നമുക്ക് വസ്ത്രമില്ലാതെ പ്രശ്നമില്ല, നമുക്ക് വീടില്ലാതെ പ്രശ്നം നമ്മൾ മിക്കവാറും പരിഹരിച്ചു. ഇനി നമുക്ക് പരിഹരിക്കാനുള്ള തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ കേരളത്തിൽ പരിഹരിക്കാൻ പോകണം. കേരളത്തിലെ ചെറുപ്പക്കാരികൾക്ക് ലക്ഷക്കണക്കിനുണ്ട്. നമുക്കൊരു 35 ലക്ഷം വരും. ആ 35 ലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനാവണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കേരളത്തിൽ വ്യാവസായിക മേഖല 28ാം സ്ഥാനത്തായിരുന്നു കേരളം ഈ ഗവൺമെൻറ് വരുമ്പോൾ. ആ 28ാം സ്ഥാനം നമ്മൾ ഒരു ഘട്ടത്തിൽ 15ാം സ്ഥാനമായി. 2024 ആകുമ്പോഴേക്ക് നമ്മൾ 1ാം സ്ഥാനത്തെത്തി വ്യാവസായിക ശൃംഖലയിൽ. അത് നിങ്ങൾ കാണേണ്ടതാണ്, ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ചെറുകിട സംരംഭം 3,50,000 ചെറുകിട സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്ത് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7 ലക്ഷം ആളുകൾക്ക് മിനിമം ജോലി കിട്ടിയിട്ടുണ്ട്, വരുമാനം കിട്ടിയിട്ടുണ്ട്. കേരളം സാമ്പത്തികമായിട്ടും വളരുന്നുണ്ട്. ഈ വളർച്ചയോടൊപ്പം നമുക്ക് ഇനിയും മുന്നേറാനാവണം. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞത്
ഞാൻ ഈ യോഗവുമായി ഈ രാവിലത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പോയപ്പോൾ ഞങ്ങളെല്ലാം ഉണ്ട്, ജാഥാംഗങ്ങളെല്ലാം ഉണ്ട്. ജാഥാംഗങ്ങൾ ഒരു സ്ത്രീ പറഞ്ഞു, നിങ്ങൾ കേരളം വലിയ രീതിയിൽ മുന്നേറി എന്നുള്ളത് ശരി, ഇനിയൊരു മൂന്നാമത്തെ ഗവൺമെൻറ് വന്നാൽ നിങ്ങളുടെ മോട്ടീവ് എന്തായിരിക്കും, നിങ്ങളുടെ ഉന്നം എന്തായിരിക്കും എന്ന്. നേരത്തെ 600 എണ്ണായിരുന്നു പ്രകടന പത്രിക ആദ്യത്തെ ഗവൺമെൻറ്, അതിൽ 19 ഒഴിച്ച് ബാക്കിയെല്ലാം നടപ്പിലാക്കി. ഇപ്പോൾ രണ്ടാം ടേമിൽ 900 അത് മിക്കവാറും എല്ലാം നടപ്പിലാക്കും. അപ്പോൾ ഇനി ഇതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങളിനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഒരു മറുപടി പറഞ്ഞു. ഒരു വാക്ക് വളരെ ചെറുതായിട്ട്. അത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു, ഇനി ഇതിപ്പോൾ ദാരിദ്ര്യം അവസാനിപ്പിക്കും. അതിദാരിദ്ര്യവും ദാരിദ്ര്യവും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാനായാൽ ഒരു സംശയവും വേണ്ട, ഇന്ന് ഓരോ വീട്ടിലുമുള്ളത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണ്. അവർക്കാണ് സ്കിൽ പരിശീലനത്തിന് ഇപ്പോഴ് 1000 ഉറുപ്പിക എല്ലാ കുടുംബത്തിലെ പാവപ്പെട്ട 5 ലക്ഷത്തിൽ വരുമാനം കുറഞ്ഞ എല്ലാ കുടുംബത്തിലെയും ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ IT പാസ്സായ പോളിടെക്നിക്ക് പാസ്സായ എല്ലാവർക്കും 1000 ഉറുപ്പിക കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർക്ക് സ്കില്ല് പാസ്സാവാം, അവർക്കെല്ലാം ജോലി കൊടുക്കും. 5 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാൻ യാതൊരു പ്രയാസമില്ല, വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അവർക്ക് 1000 ഉറുപ്പിക പ്രകാരം കൊടുക്കും. അപ്പോൾ എല്ലാ വീട്ടിലും ഓരോരാൾക്ക് ജോലി കിട്ടുന്ന പുതിയ സാഹചര്യം വരും. ആയിട്ടില്ല, ഇതെല്ലാം ഒറ്റക്കൊല്ലം കൊണ്ടല്ല, സാഹചര്യം വരും. അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഉന്നം, നമ്മുടെ ലക്ഷ്യം പാവപ്പെട്ടവർ, പാവങ്ങൾ എന്ന മലയാള പദമുണ്ടല്ലോ, പാവപ്പെട്ടവർ